പരേഡ് ഗ്രൗണ്ടിൽ തന്നെ ആണോ? സേതു തീർച്ചയായും പരേഡ് ഗ്രൗണ്ടിലാണ്. സേതു തോന്നും എൻ്റെ ഈ ആളൊഴിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തോന്നുന്നു ഇവിടെ ആൾ കുറവാണെന്ന്. അതുകൊണ്ടിട്ടല്ല, ആൾ കൂടിയത് കൊണ്ടിട്ട് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്നതാണ്. കാരണം ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഇനി ഏകദേശം 17 മിനിറ്റുകൾ മാത്രമാണ് ഈ ഒരു പപ്പാഞ്ഞി അഗ്നിക്കിരയാകാൻ ബാക്കിയുള്ളത്. സ്വാഭാവികമായും കൊച്ചി നമുക്കറിയാം ഇത്തവണ 2 പപ്പാഞ്ഞികൾ കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടിടത്തും, അതായത് വെള്ളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലുമാണ് കാര്യമായ ആഘോഷം നടക്കുന്നത്. വെള്ളി ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞ അത്ര തന്നെ ആളുകൾ ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിലേക്കും എത്തിയിരിക്കുന്നു. നേരത്തെ കുറച്ച് ആളുകളുടെ കുറവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ട് ഫില്ലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിൽ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നൊരു കാഴ്ച. സ്വാഭാവികമായും ഇവിടെ ഇനി മിനിറ്റുകൾ മാത്രം ആണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. എന്താ പറയുക, ആളുകളുടെ ഒഴുക്ക് വർദ്ധിച്ചത് കൊണ്ട് തന്നെ പോലീസിനും വലിയ തലവേദനയായിരിക്കുകയാണ്. കാരണം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെ ആളുകളുടെ ഒഴുക്ക് വർദ്ധിച്ചു വന്നിരിക്കുന്നത്. ഏതായാലും കൊച്ചിയിലെ ആഘോഷത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ നമുക്ക് കേൾക്കാം വലിയ രീതിയിലുള്ള ആഘോഷം. എങ്ങനെ പോകുന്നു ആഘോഷമൊക്കെ? മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ന്യൂ ഇയർ പറഞ്ഞോ? ഹാപ്പി ന്യൂ ഇയർ. ഏതായാലും അതാണ്, ആളുകളുടെ ആവേശം ആ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളതാണ്. കൊച്ചിയിലെ പപ്പാഞ്ഞികൾ ഇനി അഗ്നിക്കിരയാക്കാൻ പോയ വർഷത്തെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ആവലാതികളും ഒക്കെ മറികടന്നുകൊണ്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനടുത്ത് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ ലൈറ്റുകളെല്ലാം ഓഫായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് കൊച്ചിയിലെ ഈ ഒരു പപ്പാഞ്ഞി, അതായത് ഏകദേശം 55 അടിക്ക് മേലെ ഉയരമുള്ള ഈ ഒരു പപ്പാഞ്ഞി അഗ്നിക്കിരയാകാൻ കാത്തിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെയുള്ള ആഘോഷ പരിപാടികളൊക്കെയുണ്ട്. ഏതായാലും കുട്ടികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ആവേശവും ആരവവും നമുക്ക് കൊച്ചിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സേതു, നമ്മൾ ഇവിടെ നമ്മുടെ പരേഡ് ഗ്രൗണ്ടിലെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ സാധാരണ കഴിഞ്ഞ വർഷം വരെ കൊച്ചിയിൽ ഒരൊറ്റ പപ്പാഞ്ഞിയേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വട്ടം ഈ വെള്ളി ഗ്രൗണ്ടിലും ഇതേപോലെ തന്നെ ഈ പരേഡ് ഗ്രൗണ്ടിലും 2 പപ്പാഞ്ഞിമാർ ഉണ്ടാകുമെന്ന വാർത്തകളൊക്കെ വന്നു. പിന്നീട് അത് കോടതിയൊക്കെ കയറി. പിന്നീട് പരേഡ് ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ വേണ്ടെന്ന് വെച്ചു, വെള്ളി ഗ്രൗണ്ടിൽ മാത്രം എടുത്തു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഗൈസ്, 2 പപ്പാഞ്ഞിമാരുണ്ട്. 2 പപ്പാഞ്ഞിമാർ കത്താൻ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകരെ കാണാം. നമ്മളെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 14 മിനിറ്റാണ് ഗൈസ്. 14 മിനിറ്റും 2 സെക്കൻഡും കഴിഞ്ഞിരിക്കുന്നു.